ഹായ് ഹോൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂട്രൽ വേവ് ഡിസൈൻസ്. ഇന്ന് ഇതുപോലെ മിഡിക്കും ഫ്രോക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുന്നേ ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതങ്ങോട്ട് അത്രയ്ക്ക് ആർക്കൊന്നും മനസ്സിലായില്ല തോന്നുന്നുണ്ട് കവി എന്താ ഉദ്ദേശിച്ചതെന്ന്. ഏതായാലും പോട്ടെ, ഇത് മനസ്സിലാവുമെന്ന് നോക്കാം നമുക്ക്. സ്ലീവ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്ലീവ് ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടും നമുക്ക് ഡ്രസ്സ് ഉപയോഗിക്കാം. ഇനി സ്ലീവ് വെച്ചിട്ടാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. ഇതിന് വേണ്ടത് 1 ഇഞ്ച് വീതിയുള്ള ഇതേപോലെ എത്രയാണോ നമുക്ക് നെക്ക് വേണ്ടത് ആ ലെങ്ത്ത് എടുത്തിട്ട് ക്യാൻവാസാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് 11.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് വീതിയാണ് ഞാൻ ഈ ഒരു ക്യാൻവാസിൻ്റെ പീസിന് എടുത്തിട്ടുള്ളത്. ഇനി അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് ഇതേപോലെ എടുക്കുക. മെയിൻ ക്ലോത്ത് നെറ്റിൻ്റെതായതുകൊണ്ട് അതിൻ്റെ ലൈനിങ് പീസും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് പീസിലാണ് ഞാൻ ഈ ക്യാൻവാസിൻ്റെ പീസ് നമ്മൾ അയൺ ചെയ്തിട്ട് എടുക്കുന്നത്. അതിന് അയൺ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മറ്റേ മെയിൻ ക്ലോത്തും കൂടെ വെച്ചിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ക്യാൻവാസിനെക്കാട്ടിൽ 4 ഭാഗത്തും 1/2 ഇഞ്ച് വെച്ച് നീളം വീതി നമ്മൾ എടുക്കുന്ന ക്ലോത്തിന് വെക്കണം. അതായത് ഇതേപോലെ ഈ 1/2 ഇഞ്ച് മടക്കിയ ഭാഗത്ത് കൂടെ 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഒരു 3 സൈഡ് ആ ഒരു മടക്കി അടിച്ച ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുന്നിട്ട് അതിൻ്റെ കോർണർ വശങ്ങളിലൊക്കെ നമ്മൾ കത്രികയിട്ടൊരു കട്ടെടുക്കുക. എന്നിട്ട് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇതുണ്ടാവും. അതിൻ്റെ 3 സൈഡും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കോളറിൻ്റെ പീസ് ഒരു ഭാഗത്തേക്കാണ് മടക്കി വെച്ചിട്ട് നമുക്കിനി അതിൻ്റെ സ്ലീവ് കട്ടിങ് എങ്ങനെയാണ് നോക്കാം. ഇതുപോലത്തെ 2 പീസാണ് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇതിന് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 22 ഇഞ്ച് ലെങ്ത്തും വീതി ഇതേപോലെ തന്നെ 12 ഇഞ്ച് വീതിയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും മടക്കിയിട്ടാണ് 12 ഇഞ്ച്, അപ്പോൾ ടോട്ടൽ 24 ഇഞ്ച്. അങ്ങനത്തെ 2 പീസ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 4 സൈഡും നമ്മൾ 3 സൈഡ്, ഒരു സൈഡ് നമുക്ക് കോളറായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതാണല്ലോ, അപ്പോൾ 3 സൈഡ് ഇതേപോലെ മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം. അടിയത്തെ മടക്കി അടിക്കുന്ന ഭാഗം ഒരു 1/4 ഇഞ്ച് അതിൻ്റെ ഇലാസ്റ്റിക് കൊള്ളാനുള്ള വീതിയുള്ള രൂപത്തിലാണ് അടിയത്തെ ആ പീസ് മടക്കി അടിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് നമുക്ക് എത്രയാണോ നമ്മളെ സ്ലീവിൻ്റെ അവിടുത്തെ വിടുത്ത് വേണ്ടത് അതിനനുസരിച്ചുള്ള സ്ലീവിൻ്റെ ആ ലെങ്ത്ത് എടുക്കുക. ഇലാസ്റ്റിക് ലെങ്ത്ത് എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കോർത്തിടുക. അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് 1 ഇഞ്ച് അകലം വിട്ടിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കുഞ്ഞു പ്ലീറ്റുകൾ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഭാഗത്തും ഓരോ ഇഞ്ച് അകലം വിട്ടിട്ടാണ് ചെയ്യാൻ. ഇതേപോലെ 2 സ്ലീവും ഇതേപോലെ കുഞ്ഞ് അപ്പുറം ഓരോ ഇഞ്ച് അകലം വിട്ടിട്ട് നമ്മൾ 2 സ്ലീവും ഇതേപോലെ കുഞ്ഞ് പ്ലേറ്റ് ഇട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ കോളർ അടിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കട്ടിട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മടക്കി അടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് കട്ടിട്ട് ആ അപ്പുറത്തേക്കും അതേപോലെ തന്നെ ഇപ്പുറത്തേക്കും 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് ഈ സ്ലീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ 1 ഇഞ്ച് അകലം വിട്ടുകൊണ്ടൊരു പ്ലീറ്റ് എടുത്ത് വെച്ചിന് ആ ഭാഗം ഉണ്ടല്ലോ, അതേപോലെ തന്നെ. അപ്പോൾ ആ കോളറിൻ്റെ ആ ഭാഗത്തും 1.5 ഇഞ്ച് ഗ്യാപ്പ് വേണം, ഈ ഭാഗത്തും 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തിനെ നമ്മൾ അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ആ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, ആ മെയിൻ ക്ലോത്തിനെ ഇതേപോലെ ഈ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് നമ്മളതിനെ അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ആ മടക്കിയിട്ട് ആ വശത്ത് ഇതിൻ്റെ മേലത്തെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഈ സ്ലീവ് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ വേറെ ഏതായാലും നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്കൊക്കെ. ഇനി അത് ഇല്ലാതെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കുക. അത് സ്ലീവ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ഒരു സ്ലീവ് ഉപയോഗിക്കാം. ഇനി 2 സൈഡിൽ, ഒരു സൈഡിൽ നമ്മൾ ഹുക്കും ഒരു സൈഡിൽ നമ്മളതിൻ്റെ കുളത്തും വെച്ച് കൊടുത്തിട്ട് തുന്നി കൊടുക്കുക. ഇനി അതിൻ്റെ അടിവശത്തെ പോലെ തന്നെ 1/4 ഇഞ്ച്
നമ്മൾ മടക്കി അടിച്ചിരുന്നില്ല, അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ഇതേപോലെ കോർത്തെടുത്തിട്ട് 2 സൈഡും നമ്മൾ എൻഡിങ്ങിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം ഇതുപോലെ ഒരു കുറച്ച് ഭാഗം മാത്രം നമ്മൾ 2 സ്ലീവിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനൊന്നും വലിയ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നാൽ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ ഒരു ഹുക്കും കൂടി പിടിപ്പിച്ച് കൊടുത്താൽ അവിടെ തുന്നി പിടിപ്പിച്ചെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.